മലയാള സിനിമയ്ക്ക് വിപണി നൽകിയ പേരാണ് പാൻ ഇന്ത്യൻ. മലയാളത്തെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ചലച്ചിത്ര ഭാഷയാക്കാൻ സഹായിക്കുന്ന ഈ കാലത്ത് കേരളത്തിന് ഒരു പാൻ ഇന്ത്യൻ മാൻ എന്ന് വിളിക്കാവുന്ന ഒരു ചലച്ചിത്ര സ്നേഹി ഉണ്ടായിരുന്നു. ആദരാഞ്ജലികൾ അർപ്പിച്ച് കൈകുപ്പി പറയാം മലയാളത്തിൽ നിന്ന് നമ്മെ വിട്ടുപോയ സിനിമാ കലാകാരൻ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് സുഗമമായി ചലച്ചിത്ര ഭാഷയെ ഏറ്റെടുത്ത കലാസ്നേഹി. ഇതൊരു ചരിത്രമാണ്. കുട്ടനാടിൻ്റെ മങ്കൊമ്പിൽ നിന്ന് ഉയർന്നു വന്ന സിനിമ ചരിത്രം. ചരിത്ര ജീവിതത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴയുടെ സിനിമ മേൽക്കോയ്മ കാലത്ത് അതിൻ്റെ കലാകളരിയായിരുന്ന തമിഴ് ചലച്ചിത്ര ലോകത്തേക്ക് വണ്ടി കയറിയ എഴുത്തുകാരൻ. അതാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സിനിമകളും ജീവിതകഥകളും കൂടിച്ചേർന്ന വയലാർ രാമവർമ്മ പത്രാധിപരായിരുന്ന അക്കാലത്ത് മദ്രാസ് മലയാള പ്രസിദ്ധീകരണമായിരുന്ന അന്വേഷണ മാസികയുടെ സഹപത്രാധിപർ ആയിട്ടാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മദ്രാസിലേക്ക് പോകുന്നത്. സിനിമ സാങ്കേതിക വശങ്ങൾ മാത്രം തമിഴ് കോടമ്പാക്കത്ത് പൂർത്തിയാകുമ്പോഴും അതിൻ്റെ ചിത്രീകരണത്തിന് വളക്കൂറായ മണ്ണ് ആലപ്പുഴയിൽ ആയിരുന്നുവെന്ന് നമുക്കിന്നറിയാം. കാരണം 1947 തന്നെ പിറവിയെടുത്ത ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോ ആയിരുന്നു കാലം. ഈ കലാസൗഹൃദം മങ്കൊമ്പിനെ പാട്ടെഴുത്തുകാരനാക്കി. പ്രപഞ്ചഹൃദയ വിഭജികയിലുണരും എന്ന വിമോചന സമരത്തിലെ MB ശ്രീനിവാസൻ സംഗീത സംവിധാനം ചെയ്ത ഗാനം അത് മങ്കൊമ്പാണ് എഴുതിയത്. 1974 അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ എല്ലാ ഗാനങ്ങളും രചിച്ചത് മങ്കൊമ്പാണ്. അതിലെ 6 ഗാനങ്ങളും വളരെ പ്രസിദ്ധമാവുകയും ചെയ്തു. അത്രയും പ്രശസ്തമായ രീതിയിൽ എഴുതാൻ കഴിയുന്ന ഒരു കവി കൂടിയായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്ന് തുടങ്ങുന്ന ഇഷ്ടഗാനരചന നടത്തിക്കൊണ്ടാണ് സിനിമയിലേക്ക് മങ്കൊമ്പ് പ്രവേശനം നടത്തിയത്. മലയാള സിനിമ കൂടെ കൂട്ടിയത് സിനിമയുടെ 50 വർഷമാണ്. മങ്കൊമ്പിൻ്റെ ജീവിതത്തിലും അത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചിത്രം സംവിധാനം ചെയ്ത ഹരിഹരൻ എന്ന സംവിധായകന് വേണ്ടിയായിരുന്നു മങ്കൊമ്പ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ചത്. ഗാനങ്ങൾ പ്രേക്ഷകർ കേരളമെങ്ങും ഏറ്റുവാങ്ങി. അദ്ദേഹത്തിൻ്റെ വരികൾക്ക് ഏറ്റവും കൂടുതൽ തവണ ഈണം പകർന്നത് MS വിശ്വനാഥൻ എന്ന പ്രശസ്തനായ സംഗീത സംവിധായകനായിരുന്നു. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം എത്ര കാലമായിരുന്നു മലയാളികളെ കൂടെ കൊണ്ടുപോയത്. ഒരു നാടൻ പാട്ടിൻ്റെ ശീലം അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിലുണ്ട്. നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി. ഇങ്ങനൊരു കേരളം ഏറ്റെടുത്ത എത്രയെത്ര ഗാനങ്ങളായിരുന്നു മങ്കൊമ്പിൻ്റെതായി മലയാളികൾക്ക് ലഭിച്ചത്. ഇതെല്ലാം വളരെ പ്രസിദ്ധമായി നിൽക്കുമ്പോൾ മറ്റൊരു വിവാദം സംഭവിച്ചിരുന്നു. ഒരു സിനിമാ ഗാനം പുറത്തു വന്നപ്പോൾ ഉണ്ടായ വിവാദമാണത്. കാലം 1977. ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയമാണ്. തെമ്മാടി വേലപ്പൻ എന്ന ചിത്രത്തിൽ ഒരു ഗാനമാണ് അന്ന് മങ്കൊമ്പിനെ വില്ലൻ വേഷക്കാരനാക്കിയത്. പ്രേം നസീർ, ജയഭാരതി എന്നിവർ അഭിനയിച്ച ആ ചിത്രത്തിലെ പോക്ക് സോങ്ങായി പരിഗണിക്കപ്പെട്ടിരുന്ന ത്രിശങ്കുസർഗത്തിലെ തമ്പുരാട്ടി എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ അന്നത്തെ ഇന്ദിരയുടെ മുഖവും മുടിയും ചേർന്നു വന്നു എന്ന് ആരോപണമുണ്ടായി. ഇത് പിന്നീട് ഭീഷണിയുമായും അദ്ദേഹത്തിന് നേരെ വന്നു. വലിയ വിനിമയ സംവിധാനമില്ലാത്ത കാലത്ത് മങ്കൊമ്പിനെ കണ്ടെത്തുക നന്നേ പ്രയാസമാണ്. എന്നാൽ മങ്കൊമ്പിൻ്റെ പെങ്ങൾ പ്രശ്നമുണ്ടാക്കി. ഈ പാട്ട് കാരണം ആലപ്പുഴ SD കോളേജിലെ ഇരുപക്ഷക്കാർ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവുമുണ്ടായി. കാരണക്കാരനായ മങ്കൊമ്പിനെയും പെങ്ങളെയും ശരിയാക്കുമെന്ന് ഒരു ഭീഷണി.
നടപ്പില്ലെന്ന് മറുപക്ഷവും. അതിൽ വലിയ പ്രതികരണത്തിനൊന്നും മങ്കൊമ്പ് നിന്നില്ല. പക്ഷേ മറ്റൊരു സിനിമയിൽ മറ്റൊരു സാഹചര്യത്തിൽ മങ്കൊമ്പ് ഇതിന് പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു കഥ. ഇന്ന് കേൾക്കുമ്പോൾ തമാശയാണെങ്കിലും അന്നത്തെ നാവടക്കൂ പണിയെടുക്കൂ നയം ഏതു കേരളീയനും ഭീഷണിയായിരുന്നു. സ്വർണ്ണവിഗ്രഹം എന്ന മലയാള ചിത്രത്തിന് വേണ്ടിയാണ് മങ്കൊമ്പ് ആദ്യ സിനിമ സംഭാഷണം രചിച്ചത്. കുറ്റവും ശിക്ഷയും, സഖാക്കളെ മുന്നോട്ട്, സ്പന്ദനം എന്നിങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നിരവധി സിനിമകളുടെ സംഭാഷണങ്ങൾ മങ്കൊമ്പിൻ്റെ കൈകളിൽ നിന്നാണ് പുറത്തു വന്നത്. അന്യഭാഷാ ചിത്രങ്ങളുടെ മലയാള പരിഭാഷയ്ക്കും കളമൊരുങ്ങി. തമിഴ്, തെലുങ്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് മലയാളത്തിലുണ്ടാക്കിയ മങ്കൊമ്പ് 2015 വേൾഡ് സൂപ്പർ ഹിറ്റായ ബാഹുബലി എന്ന ചിത്രത്തിനു വേണ്ടിയും മലയാളം പകർത്തെഴുതി. ഈ മലയാള പകർപ്പ് കേരളത്തിൽ വളരെ പ്രസിദ്ധമാവുകയും ചെയ്യും. അതിലെ ഗാനങ്ങൾ വളരെ പ്രസിദ്ധമാവുകയും ചെയ്തു. ലോകത്ത് മലയാളം ഉള്ളിടത്തോളം എവിടെയും നെഞ്ചേറ്റിയ മങ്കൊമ്പിൻ്റെ മലയാള ചാരുത അതുകൊണ്ട് മാത്രമാണ് അത് പ്രശസ്തമായതും പ്രഗത്ഭമായതും. ഇന്ത്യയാകെ ശ്രദ്ധ നേടിയ ബാഹുബലി എന്ന ചിത്രത്തിന് പിന്നാലെ 2022 SS രാജമൗലിയുടെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നിർമ്മാണ സംവിധാന മികവിൽ ശ്രദ്ധ നേടിയ രൗദ്രം രണം രുധിരം എന്നതിനെ ചുരുക്കി RRR എന്ന RRR തെലുങ്ക് ചിത്രത്തിലെ മുഴുവൻ ഗാനങ്ങളും മലയാളത്തിലാക്കിയതും പ്രസിദ്ധമാക്കിയതും മങ്കൊമ്പിൻ്റെ വരികളാണ്. ഇതിനെ ഇന്ത്യൻ സിനിമയുടെ മലയാള അംബാസിഡർ എന്ന വിശേഷണത്തിന് അർഹനാക്കുകയാണ് മങ്കൊമ്പിൻ്റെ ഈ വരികളും വാക്കുകളും. കലാലോകം പരിഗണിക്കേണ്ട ഈ ബഹുമതിക്ക് പാൻ ഇന്ത്യൻ ലാംഗ്വേജ് മെഡൽ എന്ന് ഞങ്ങൾ പേര് നിർദ്ദേശിക്കുന്നു. അത്രയും പ്രസക്തമാണ് കേരളത്തിൽ മങ്കൊമ്പിൻ്റെ മലയാള പരിഭാഷകൾ. നമസ്കാരം.